സാർ ഞാൻ 100ഓളം ആപ്ലിക്കേഷൻസ് കൊടുത്തു, ഒന്നും തന്നെ സക്സസ്ഫുൾ ആവുന്നില്ല. ഞാൻ എൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്തു, കാര്യങ്ങളിലെല്ലാം മാറ്റം വരുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻസും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തു, എന്നിട്ടും എനിക്ക് ഒരു ജോബ് പോലും ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? ഈ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്, ക്ലിനിക്കലാവട്ടെ നോൺ ക്ലിനിക്കലാവട്ടെ, ഡെയിലി എനിക്ക് മെസ്സേജസ് നമ്മുടെ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ഇതിനെ പറ്റിയിട്ട്, ഇത്രയും നിങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടും എന്തുകൊണ്ട് ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയയിൽ നിങ്ങൾ വരുന്നില്ല, ഈ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയയുടെ ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എന്ന് പറയുന്നില്ലേ, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായി എന്നുള്ളൊരു ആൻസർ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോബ് ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്, ജോബ് ഹണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒരുപാട് 100ഓളം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ 200-ന് പുറത്ത് 300-ന് പുറത്ത് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ചിലപ്പോൾ 1-2 ആയിരിക്കും ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് വരിക, ചിലപ്പോൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായില്ല. ഒരുപാട് പേര് ഈ ഒരു ക്രൈസിസിൽ കൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ അല്ല, ഒരു 6 മാസം മുന്നേ ഉള്ള കണക്കല്ല ഇപ്പം ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നവരുടെ കാര്യത്തിൽ. അതിന് ഹെൽത്ത് കെയർ സെക്ടറിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ജോബ്സിലാണെങ്കിലും IT ഫീൽഡിലാണെങ്കിലും, അതായത് ക്ലിനിക്കലോ നോൺ ക്ലിനിക്കലോ ആവട്ടെ, എല്ലായിടത്തും ഈ ഒരു കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റാണ്. നിങ്ങൾ NHS ജോബ്സ് ആണെങ്കിലും ശരി, പ്രൈവറ്റ് ജോബ്സ് ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ഇത് ബാധകമാണ്. എന്തായാലും ഒരു ജോബ് നമ്മൾ അഡ്വേർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ NHSലാവട്ടെ പ്രൈവറ്റിലാവട്ടെ, ഒരു ജോബ് നമ്മൾ അഡ്വേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇടുന്ന എംപ്ലോയറിന് മാത്രമാണ് എത്രത്തോളം വാക്കൻസി അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നഴ്സിംഗിൻ്റെ ജോബ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു ഡീകണ്ടാമിനേഷൻ്റെ എൻഡോസ്കോപ്പി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ്റെ ഒരു ബാൻഡ് 2 പോസ്റ്റിൻ്റെ ജോബ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ജോബ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാൻഡ് 5 നഴ്സിന് വേണ്ടിയിട്ടുള്ള ജോബ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു പ്രോസസ്സിൽ കൂടെ ഞാൻ ഗോ ത്രൂ ചെയ്ത് പോയതുകൊണ്ടാണ് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത്, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. കാര്യം ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ബാൻഡ് 2 അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 3 വാക്കൻസിയാണ് നമുക്ക് ആകെ വേണ്ടിയിരുന്നത്. അതായത് അതിൽ തന്നെ ആ 3 വാക്കൻസിയിൽ 2 ഫുൾ ടൈം ജോബും ഒരു പാർട്ട് ടൈം ജോബും ആയിരുന്നു. അപ്പോൾ നമ്മൾ ജോബ് അഡ്വർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയില്ല, നമ്മൾ ട്രാക്ക് ജോബ്സിൽ നോക്കുന്ന സമയത്ത് അതിനകത്ത് എത്ര വാക്കൻസി എന്നുള്ള കാര്യം ഒരിടത്തും മെൻഷൻഡ് ആയിട്ടുണ്ടായിരിക്കില്ല എന്തായാലും ഇല്ല. അപ്പോൾ ഒരു വാക്കൻസിക്ക് തന്നെ ഇപ്പം ഈ ഒരു ബാൻഡ് 5ൻ്റെ നഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 150 അല്ലെങ്കിൽ അതിന് പുറത്തോ ആപ്ലിക്കേഷൻസ് ആയിരിക്കും നോർമലി പോവുക ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ 2 വാക്കൻസിക്ക് ഏകദേശം പോകുന്ന 200-300 ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഓക്കെ, ഡീകണ്ടാമിനേഷൻ ബാൻഡ് 2ൻ്റെ ആകെ പറഞ്ഞ ഒരു 3 വാക്കൻസി, ആ 3 വാക്കൻസിക്ക് വന്നത് 300-ന് പുറത്ത് ആപ്ലിക്കേഷൻസ് ആയിരിക്കാം. കാര്യം ഇപ്പോൾ എല്ലാവർക്കും റിസോഴ്സസ് അവൈലബിൾ ആണ്. എങ്ങനെയാണ് നോക്കേണ്ടത്, ജോബ് ഹണ്ടിങ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, സോഷ്യൽ മീഡിയയിലാവട്ടെ ബാക്കി കാര്യങ്ങളാവട്ടെ. അപ്പോൾ ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഫീൽഡ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, എനിക്കൊരു 3 ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ്റെ വാക്കൻസി ഫില്ല് ചെയ്യാനാണ് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എംപ്ലോയർ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിരിക്കുന്നത് വിചാരിക്കും. അപ്പോൾ ആ ഒരു 3 വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് 200 ആപ്ലിക്കേഷൻ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതിനകത്ത് നോക്കുന്നത് വെച്ചാൽ പ്രീവിയസ് ഡീകണ്ടാമിനേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടോ, പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടോ. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് വന്നതിൽ ചിലപ്പോൾ മിനിമം ഓഫ് ഒരു 10 പേരെ മാത്രം ആ എംപ്ലോയറിന് അല്ലെങ്കിൽ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഞാൻ ഈ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിങ്ങിന് ഇരിക്കുന്ന ഒരു പാനൽ കാണും, ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ടോ. അതുകൊണ്ടാണ് ചില ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നോ കൊടുക്കുകയാണെങ്കിൽ ഫർദർ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ എസെൻഷ്യൽ ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ മിനിമം ഓഫ് 1 ഇയർ എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പറയുമായിരിക്കും ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ജോബ് ആണെങ്കിൽ നിങ്ങൾക്ക് NHSൽ പ്രീവിയസ് ആയിട്ട് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ 1 ഇയർ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വേണം. ഇനി ബാൻഡ് 5ൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും എസെൻഷ്യൽ ക്രൈറ്റീരിയക്കകത്ത്. അപ്പം ഈ ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ ഈ ഷോർട്ട് ലിസ്റ്റിങ്ങിന് ഇടുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇടുന്നതിൻ്റെ റീസൺ എന്താ, അഡ്വർടൈസ്മെൻറ്റിനകത്ത് അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോന്നിനും ഫിൽറ്റേഴ്സ് നമ്മൾ ഇടാറില്ലേ അല്ലേ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ ആകെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഈ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക, ബാക്കിയുള്ളവരെ മാറ്റി നിർത്തുക. ഇത്രയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ഇല്ലാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പ്രീവിയസ് ഡീകണ്ടാമിനേഷൻ എക്സ്പീരിയൻസ് ഇല്ല, പ്രീവിയസ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, പ്രീവിയസ് ആയിട്ടുള്ള എൻഡോസ്കോപ്പി നഴ്സിംഗിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ നിങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യുന്നില്ല എന്തായാലും. അപ്പോൾ അവിടെ ഷോർട്ട് ലിസ്റ്റഡ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിനകത്ത് ചിലപ്പോൾ ഇതേപോലത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കുക. ഓക്കെ, NHS എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ പ്രീവിയസ് ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷനകത്ത് എസെൻഷ്യൽ ക്രൈറ്റീരിയ വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്കൊരു പ്രീവിയസ്
എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി, ഇന്ന ഫീൽഡിൽ വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഡീകണ്ടാമിനേഷനിൽ വേണമെന്നോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് NHS തന്നെ വേണമെന്നോ അങ്ങനെ ഒന്നും എസെൻഷ്യൽ ക്രൈറ്റീരിയയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് വെച്ചോ. അപ്പോൾ അതെല്ലാം തന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. നിങ്ങളോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കൻസ് എല്ലാം തന്നെ സിമിലർ നിങ്ങളുടെ അതേപോലെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ജോബിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും എന്തായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു റീസൺ, നിങ്ങൾ ഒരിക്കലും ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടേ ഞാൻ അടുത്തൊരു ആപ്ലിക്കേഷൻ കൊടുക്കൂ എന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കരുത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. ഓക്കെ, നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുക്കുന്നതിലുള്ള സർട്ടൻ ഫാക്ടേഴ്സ് മാത്രം 2-3 ലൂപ്പ് ഹോൾസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്ന സപ്പോർട്ടിങ് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ ചോദിച്ചിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷൻസും എസെൻഷ്യൽ ക്രൈറ്റീരിയയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റഡ് ആക്കി നിങ്ങളൊരു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ള കാര്യം, അതൊരു ലൂപ്പ് ഹോളാണ്. ഓക്കെ, അതുപോലെ സർട്ടൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളൊരു ജോബിന് ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓരോ ജോബിൻ്റെയും അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുക. അല്ലാതെ ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ ഒരിക്കലും ബാക്കി അങ്ങോട്ടുള്ള ജോബ്സിലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഡീകണ്ടാമിനേഷൻ ജോബ് നിങ്ങൾക്ക് വന്നു, അടുത്ത് നിങ്ങൾക്കൊരു ഫാർമസി സപ്പോർട്ട് വർക്കറിൻ്റെ ജോബ് വന്നു, അല്ലെങ്കിൽ ഒരു റേഡിയോഗ്രാഫറിൻ്റെ വാക്കൻസി വന്നു, അല്ലെങ്കിൽ ഒരു ഫാർമസി ഡിസ്പെൻസറിൻ്റെ ജോബ് നിങ്ങൾക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ജോബ് നിങ്ങൾക്ക് വന്നു, അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് നഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ന്യൂറോ നഴ്സ് ആവട്ടെ, ക്രിട്ടിക്കൽ കെയർ നഴ്സ് ആവട്ടെ, ഇതിന് ഓരോന്നിനും നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും എസെൻഷ്യൽ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെ ഈ ഒരു ജോബിന് നിങ്ങൾ റൈറ്റ് ഫോർ ദ ജോബ് ആണെന്ന് നിങ്ങൾ തെളിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും, നിങ്ങൾ സ്യൂട്ടബിൾ ആണ് എന്നാണ് അവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മളെ കൊണ്ട് എല്ലാവർക്കും പറ്റും. ആകെ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഇരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഞാൻ ഡെയിലി മെസ്സേജ് അയക്കാറും കോൺടാക്ട് ചെയ്യാറും ഇതേപോലെ അസിസ്റ്റൻസും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിലും വാട്സപ്പ് ത്രൂ ആണെങ്കിലും യൂട്യൂബ് ത്രൂ ആണെങ്കിലും. അപ്പം ഒരുപാട് പേര് ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവർ ഗൈഡൻസ് നോക്കി അവരനുസരിച്ച് ഫോളോ ചെയ്ത് പോകുമ്പോൾ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തു പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ 200, 300, 400 ആപ്ലിക്കേഷൻസിൽ ചിലപ്പോൾ അവർക്കൊരു 4-5 ഇൻ്റർവ്യൂസ് ഷോർട്ട് ലിസ്റ്റഡ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ചില കുട്ടികൾക്ക് ഈവൻ അവർ ലക്കി ആയിട്ടുള്ളവർ ചിലപ്പോൾ 20-30 ആപ്ലിക്കേഷൻസ് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ജോബ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഞാൻ കൊടുക്കുന്ന സപ്പോർട്ടിങ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അതൊരു ഗൈഡൻസ് മാത്രമാണ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്ന രീതി പ്രോപ്പറാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മാറ്റേണ്ടത്, അത് നിങ്ങളൊരു ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വെരിഫൈ ചെയ്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി നിങ്ങൾക്ക് തരിക. കുറച്ച് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് സാമ്പിൾസ് കാര്യങ്ങൾ നിങ്ങൾക്ക് തരിക. ഇതെല്ലാം ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പോലെ തന്നെ നിങ്ങൾക്കും ഈസി ആയിട്ട്, ഇപ്പോൾ AI ഉണ്ട്, ChatGPT ഉണ്ട്, നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഒരുപാട് ഫ്രീ വീഡിയോസ് ഞാൻ ഈ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും സക്സസ്ഫുൾ ആവാത്തതിനുള്ള കുറച്ച് റീസൺസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. നമുക്കതുപോലെ ഇൻറ്റേർണൽ ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കാം, മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞ ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ്റെ ജോലി, ഓക്കെ, ഓൾറെഡി ട്രസ്റ്റിനകത്ത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഡീകണ്ടാമിനേഷൻ്റെ ജോബിന് ഇൻട്രസ്റ്റഡ് ഉണ്ട്, അവരവരുടെ മാനേജറിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് ഉറപ്പായിട്ട് അവരുടെ അടുത്ത മാനേജർ പറയും ഈ ഒരു ഡീകണ്ടാമിനേഷൻ്റെ വാക്കൻസി വരുന്നുണ്ട്, നീ ഓൾറെഡി ഇതിന് ഇൻട്രസ്റ്റ് നേരത്തെ അറിയിച്ചതല്ലേ, അപ്പോൾ എന്തെങ്കിലും നിനക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും ആ ട്രസ്റ്റിനകത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇത് പൊളിറ്റിക്സോ കാര്യങ്ങളോ സംഭവമോ ഒന്നുമല്ല. കാര്യം നമുക്ക് ഒരിക്കലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ഒരാളെ നമുക്ക് ഡയറക്റ്റ്ലി ജോബിലേക്ക് ഹയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, എന്ത് ചെയ്യണം, നോർമലായിട്ട് ആ ഒരു ഫെയർനെസ് കീപ്പ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് നമ്മൾ ജോബ് പബ്ലിക്കായിട്ട് അഡ്വേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് നമ്മൾ ഫർദർ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം തന്നെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഇവർ ജോബിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു വാക്കൻസി ആണെന്ന് ആലോചിക്കാം, അതിനോടൊപ്പം തന്നെ ഇതേപോലത്തെ ഈ ഒരു ജോബ് അഡ്വർടൈസ് ഇട്ടപ്പോൾ ഒരു വാക്കൻസിക്ക് 150 ആപ്ലിക്കേഷൻ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളും അതിലൊരാളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ ഈ ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്, അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ ട്രസ്റ്റിൽ നിന്ന് 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡീകണ്ടാമിനേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ ഒരു ട്രസ്റ്റിലോട്ട് ഈ ഒരു സ്ഥലത്തോട്ട് അവർ മൂവ് ഇൻ ചെയ്യുകയാണ്. കാര്യം ലണ്ടനിൽ ഭയങ്കര കോസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു മിഡ്ലാൻഡ്സിലോട്ട് മൂവ് ചെയ്യാണ്, അതുകൊണ്ടാണ് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പം അവിടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, ഈ ഒരു റെലവൻറ്റ് ഫീൽഡ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളുണ്ട്. ഇത് ഏതൊരു കാറ്റഗറി ആയിക്കോട്ടെ കേട്ടോ, ക്ലിനിക്കലായാലും നോൺ ക്ലിനിക്കലായാലും. ഓക്കെ,
അപ്പോൾ അങ്ങനെ വരുമ്പം ഷോർട്ട് ലിസ്റ്റിങ്ങിൻ്റെ ചാൻസസ് ചിലപ്പോൾ അവിടെ ഇൻറ്റേർണൽ ആപ്ലിക്കൻറ്റിന് കുറച്ചും കൂടെ കൂടുതലുണ്ടായിരിക്കും. ബിക്കോസ് ഇവരെ ആരെയും നമുക്ക് അറിയില്ല. കാര്യം എല്ലാം അനോണിമസ് ആണ്. നമുക്ക് ട്രാക്ക് ജോബിൽ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി അനോണിമസ് ആണ്. നമുക്ക് ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ട്രസ്റ്റിലാണ്, അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്, റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ, അതിനനുസരിച്ചായിരിക്കും ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് പോവുക. ഓക്കെ, അപ്പം റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇല്ല, പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല, ഇത്രയും ആൾക്കാർ കോമ്പറ്റീഷനിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു 5-6 പേരായിരിക്കും ഈ ഒരു ജോബിന് ഷോർട്ട് ലിസ്റ്റഡ് ആവുക. മനസ്സിലായോ? ഓക്കെ, ഇൻ്റർവ്യൂവിനാണെങ്കിൽ അതുപോലെ. ഇനി നിങ്ങൾ ലക്കിലി ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡ് ആയി എന്ന് വെച്ചോ, ഇത്രയും പേര് കോമ്പറ്റീഷനിലുണ്ട്, അപ്പോൾ അവർക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഇൻ്റർവ്യൂവിന് അവരെന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാൽ അവരെ ഒരിക്കലും സെലക്ട് ചെയ്യില്ല. ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ജോബിന് വേണ്ടിയിട്ട് അവർ ഓഫർ ലെറ്റർ കാര്യങ്ങൾ കൊടുക്കുക. അല്ലാതെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ട് ഓക്കെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു റൈറ്റ് പേഴ്സൺ അല്ലാത്ത ഒരാൾ ഒരിക്കലും നമ്മൾ ഇൻ്റർവ്യൂവിന് എടുക്കില്ല. ഇനി ഒരാൾ പോലും ആ ഇൻ്റർവ്യൂവിന് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വിചാരിച്ച രീതിയിൽ ഒന്നും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിലുള്ള ഒരാളെ പോലും നമ്മൾ എടുക്കുകയില്ല. ആ ജോബ് വീണ്ടും അഡ്വേർട്ട് ചെയ്യുള്ളൂ. അതായത് ഒരു റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ് കിട്ടാതെ ഒരിക്കലും ഇയാളെ വേണമെങ്കിൽ എടുത്തേക്കാം എന്നൊരു രീതിയിൽ ഒരു NHS ഇൻ്റർവ്യൂവിലും ചെയ്യാറില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ട്രസ്റ്റുകളും ഇതേപോലെ നിങ്ങൾ ഫ്രഷറായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവർ കൺസിഡർ ചെയ്യാറുണ്ട്. റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രഷേഴ്സിൻ്റെയും അല്ലെങ്കിൽ ന്യൂലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ തന്നെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്ന മെയിൻ കാര്യം ഇവർക്കൊരു അവസരം ആരെങ്കിലും കൊടുക്കണമല്ലോ എന്തായാലും, അല്ലേ? അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ട്രസ്റ്റും എംപ്ലോയീസും ഉണ്ട്. ഓക്കെ, പിന്നെ ചില ട്രസ്റ്റുകൾ അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർക്ക് വേണ്ടുള്ളൂ എന്തായാലും. മനസ്സിലാവും, അത്രയും എമർജൻസി, അത്രയും നീഡായിരിക്കും അവർക്ക് എന്തായാലും. ഓക്കെ, മറ്റേ ചിലപ്പോൾ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസും ഡിഫറെൻറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, എനിക്ക് ഇത്രയും കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഡെസ്പറേറ്റ് ആയി മടുത്ത് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ അവരുടെ അടുത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരെ 1 to 1 വിളിച്ച് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കൂടാതെ ഇത്രയും ഫാക്ടേഴ്സ് നമുക്ക് വരുന്നുണ്ട്, ഇല്ലേ? അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ അവസരം ചിലപ്പോൾ നെക്സ്റ്റ് ഒരു ജോബിലായിരിക്കും. ഓക്കെ, ഇതേപോലെ ഒരു എംപ്ലോയർ കൺസിഡർ ചെയ്യുന്നു, ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൈക്രോബയോളജി പഠിച്ച ഒരാളാണ്. ഓക്കെ, പ്രീവിയസ്ലി നിങ്ങൾ ഒരുപാട് ലാബിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തു, നിങ്ങൾ കുറേ കൾച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നോക്കുമ്പോൾ ജോബ് വരുന്നത് ഡീകണ്ടാമിനേഷൻ. അപ്പോൾ ഇതേപോലെ സ്റ്റെറൈൽ ടെക്നിക്സസ് ആവട്ടെ, പ്രാക്ടീസസ് ആവട്ടെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആവട്ടെ, അതിനെല്ലാത്തിനും തന്നെ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ റേഡിയോളജിയിൽ വർക്ക് ചെയ്ത്, അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരുപാട് റേഡിയോളജി ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് സെഷൻസ് ഒക്കെ അവർക്ക് നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതുപോലത്തെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വാക്കൻസീസ് ഒന്നാവട്ടെ, അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാട്ടിലൊക്കെ ഒരു റേഡിയോളജി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു റേഡിയോഗ്രാഫിക് അസിസ്റ്റൻറ്റിൻ്റെ ജോബ് കിട്ടാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർ പ്രോപ്പറായിട്ട് അതിനെ മോഡുലേറ്റ് ചെയ്ത് അവരുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സെല്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് കൊടുക്കുക. ആ ഒരു റെലവൻറ്റ് ജോബിന് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെല്ല് ചെയ്യുക തന്നെ വേണം എന്തായാലും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ആവുകയോ ഇല്ലാതിരിക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ ഉറപ്പായിട്ട് അവിടെ ഇട്ടിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി. അതിന് നിങ്ങളൊരു എണ്ണം വെക്കരുത്, 50, 100, 200, 300 ഒന്നും വെക്കരുത് എന്തായാലും. ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ് ട്രാക്ക് ജോബിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓൺലൈനായിട്ട് നിങ്ങളൊരു CV സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആകെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ നിങ്ങളൊരു മടി കാണിക്കരുത്. ഞാൻ എന്തിന് ഇതെല്ലാം ഇത്രയും കൂടുതൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഇപ്പോൾ എനിക്ക് ജോബുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെയല്ല. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും, നിങ്ങൾ ഇത്രയും പേര്, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം, നിങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലോട്ട് നിങ്ങൾ കയറുക, അതിലാണ് നമ്മുടെ ഒരു സന്തോഷം. ഓക്കെ, ഞങ്ങൾ ഗൈഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളോ എല്ലാ ദിവസങ്ങളും എത്രയോ പേരാണ് ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞ് മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ സാർ എനിക്ക് ജോലി കിട്ടി, പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയാണ് ഇൻ്റർവ്യൂവിന് വന്നത്, സാർ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കിട്ടി, അല്ലെങ്കിൽ ചേട്ടാ ഞാൻ ഇതുപോലെയാണ് കൊടുത്തത്, ചേട്ടൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി, ആ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിൽ കണ്ടതുകൊണ്ട് ഞാൻ ആ ജോബ് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി, ഞാൻ അല്ലെങ്കിൽ അറിയില്ലായിരുന്നു.
അപ്പോൾ ഇതാണ് ഡെയിലി എൻ്റെ അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോന്ന് കണ്ട് കഴിയുമ്പോഴാണ് എനിക്ക് വീണ്ടും കാര്യം ഇത്രയും ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി വീണ്ടും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളത് പറയുകയാണ്, ഒരു വിശ്വാസം കൊടുക്കുക, നമുക്ക് തന്നെ വിശ്വാസം വേണം എന്തായാലും. ഓക്കെ, അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരില്ല, എടാ നീ ധൈര്യമായിട്ട് കൊടുത്തോ, അല്ലെങ്കിൽ അളിയാ നീ അത് അപ്ലൈ ചെയ്തോ, അല്ലെങ്കിൽ നീ അത് അപ്ലൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നീ കൊടുക്കേണ്ടത്. നമുക്ക് 100 അഭിപ്രായങ്ങൾ പല സൈഡിൽ നിന്ന് വരും. ഓക്കെ, എല്ലാവരും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല ഇരിക്കുക. നമുക്ക് നമ്മൾ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. പിന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനനുസരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അതിനകത്ത് 100% നിങ്ങൾ ഡെഡിക്കേഷനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും അല്ലേ. സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനിതിന് 100% എഫോർട്ട് ഇട്ടിട്ടുണ്ടോ. ഇന്ന് ഞാൻ രാവിലെ ഒരു ഇൻ്റർവ്യൂ മോക്ക് സെഷൻ നടത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു കാൻഡിഡേറ്റുമായിട്ട്. അപ്പോൾ ആ കാൻഡിഡേറ്റ് റേഡിയോഗ്രാഫിക് അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആദ്യത്തെ ഫസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂ ആണ് ഞാൻ ആ കാൻഡിഡേറ്റുമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഞാൻ ആളുടെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും എന്തുകൊണ്ട് റേഡിയോഗ്രാഫിക് അസിസ്റ്റൻറ്റ് നിങ്ങളുടെ റൈറ്റ് ജോബാണ് ഞാൻ ചോദിച്ചപ്പോഴും ഒക്കെ ആളുടെ ആൻസർ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ വീഡിയോസ് ഞാൻ കാണാൻ പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുന്ന നമ്മുടെ സെഷൻ വീഡിയോസ് ആവട്ടെ, നമ്മൾ അയച്ചു കൊടുക്കുന്ന മെറ്റീരിയൽസ് ആവട്ടെ, തറവായിട്ട് പ്രിപ്പയർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ട് കോറിലേറ്റ് ചെയ്ത് ഓരോ ആൻസേഴ്സ് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റി എന്തായാലും. കാര്യം ഞാൻ സാധാരണ മോക്ക് ഇൻ്റർവ്യൂസ് നടത്തുന്ന സമയത്ത് 1 2 തവണ ചിലപ്പോൾ നടത്തേണ്ടി വരും. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിലായിരിക്കും അവർ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. പക്ഷേ ഇതിൽ ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ആൾ പറഞ്ഞു, സാർ ആ ഒരു വീഡിയോയിൽ സാർ പറയുന്നുണ്ട് മാക്സിമം മിറർ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ റെലവൻറ്റ് എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തറവ് കിട്ടും. അപ്പം ആ കാൻഡിഡേറ്റ് പറയുകയായിരുന്നു എൻ്റെ അടുത്ത് ഏകദേശം 50 തവണയെങ്കിലും ആ ആൻസേഴ്സ് എഴുതി വെച്ച് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നുണ്ടായിരുന്നു, അത് കേൾക്കുന്നുണ്ടായിരുന്നു റിപ്പീറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ആ ഒരു ഡെഡിക്കേഷൻ. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് എനിക്ക് ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. അതൊരു അടിപൊളി ഇംപ്രഷൻ എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ഫസ്റ്റ് ആൻസറിൽ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആവും എന്തായാലും. ഓക്കെ, ഇത്രയും നന്നായിട്ട് പറഞ്ഞില്ല. ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു, ക്ലാരിഫിക്കേഷൻസ് ഇല്ലാതെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എനിക്ക് നല്ലൊരു ഇംപ്രഷൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടി. പിന്നെ ഞാൻ മോർ ദാൻ ഹാപ്പിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ തന്നെ. അപ്പം ഈ ഒരു ഹാർഡ് വർക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. കഷ്ടപ്പെടാതെ നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളിവിടെ UK എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലാണ് ഏതെങ്കിലും ജോബ്സിന് നിങ്ങൾ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതിനാണെങ്കിലും ഞാൻ ഈ പറയുന്ന ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാവട്ടെ, ഇതിനെല്ലാം നമ്മളൊരു റെസിലിയൻസ് എന്ന് പറയും ഒരു വാക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും എന്തായാലും. സോ ഒരിക്കലും നിങ്ങൾ ആപ്ലിക്കേഷൻസ് സക്സസ്ഫുൾ ആയില്ല എന്ന് പറഞ്ഞ് ഡെസ്പറേറ്റ് ആകരുത്. ആൻഡ് ഒരു 1 2 ആപ്ലിക്കേഷൻ കൊടുത്ത് അത് വെയിറ്റ് ചെയ്തിരുന്ന അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് അടുത്ത കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക, സമയം കണ്ടെത്തുക. ഓക്കെ, നമ്മളില്ല എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. നിങ്ങൾ ചിലപ്പോൾ സ്റ്റഡി വർക്ക് വിസയിലായിരിക്കും, നിങ്ങൾ ഓൾറെഡി റീസെൻ്റ്ലി ചിലപ്പോൾ നഴ്സിംഗ് ആയിട്ട് SIF പാത്വേ കൂടെ നിങ്ങൾ പിൻ നമ്പർ കിട്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ YPS ത്രൂടെ വന്നിട്ടുള്ളവരായിരിക്കും. അങ്ങനെ പല കാറ്റഗറീസിലായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ജോബ് ഹണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നവരായിരിക്കും. ഒരു ജോബും ചെറുതല്ല എന്ന് കൂടെ നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ക്ലീനിങ് ജോബ് തുടങ്ങി ഏത് മുകളിലോട്ടുള്ള ജോബാണെങ്കിലും ബാൻഡ് 2 ആവട്ടെ, ബാൻഡ് 3 ആവട്ടെ, ബാൻഡ് 4 ആവട്ടെ, എന്തും ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം മാക്സിമം ഒരു ജോബിലോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എല്ലാം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും ഉറപ്പായിട്ടും എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഏത് ഏരിയനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആ വീഡിയോയുടെ കമൻറ്റ്സ് മാക്സിമം കൂടുതൽ വരുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. എന്തായാലും സമയത്തിരക്ക് കാരണമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതും. ഒരുപാട് മെസ്സേജസും കോൾസും വരുന്നുണ്ട്. ഇത് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ ടീമോ നിങ്ങളെ മാക്സിമം തിരിച്ച് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് പല ആൾക്കാർ കോൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മുടെ വാട്സപ്പ് ചാനലിലും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക ആൻഡ് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിലോ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലോ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ It's me, Ajay Krishna, signing off from Maluna, Singapore. Bye.